ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷനിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ റിസ്ക് ആൻഡ് റിട്ടേൺ. അപ്പോൾ റിസ്ക് എന്താണെന്ന് നോക്കാം. റിസ്ക് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് റെഫേഴ്സ് ടു ദ പോസിബിലിറ്റി ദാറ്റ് ദ ആക്ച്വൽ റിട്ടേൺ ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് may differ from the expected return, including the chance of losing part or all of the invested money. എന്താണ് റിസ്ക് എന്ന് പറയുന്നത്? നമ്മളുടെ ആക്ച്വൽ റിട്ടേൺ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേണിനേക്കാളും കുറവ് ആവാനുള്ള സാധ്യത. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി അത് ഒന്നുകിൽ മൊത്തമായിട്ട് നഷ്ടമാവുക, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് നഷ്ടമാവുക. ഇതൊക്കെ നമ്മുടെ റിസ്കിൽ വരും. ഇതിനുള്ള ഒരു പോസിബിലിറ്റി ആണ് എന്ത് പറയാം, റിസ്ക് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഈസ് ദ അൺസർട്ടനിറ്റി റിഗാർഡിംഗ് ദ റിട്ടേൺ ആൻഡ് സേഫ്റ്റി ഓഫ് ദ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. എന്താണ് പറയുന്നത്? അൺസർട്ടനിറ്റി റിഗാർഡിംഗ് ദ റിട്ടേണിലുള്ള അൺസർട്ടനിറ്റി, അതുപോലെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിലുള്ള സേഫ്റ്റിക്കുള്ള അൺസർട്ടനിറ്റി. ഇത് രണ്ടും ഏതിൽ വരും? റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരും. നെക്സ്റ്റ് പറയുന്നതിൻ്റെ ഫീച്ചേഴ്സാണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ അൺസർട്ടനിറ്റി അബൌട്ട് ഫ്യൂച്ചർ റിട്ടേൺ, അതുപോലെ പോസിബിലിറ്റി ഓഫ് ലോസ് ഓഫ് ക്യാപിറ്റൽ, ദെൻ ഇറ്റ് വേരീസ് ഫ്രം വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ടു അനദർ. ഓരോന്നിനും ഓരോ തരത്തിലാണ് റിസ്ക് അല്ലേ. ഇപ്പോൾ ബോണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ റിസ്ക് കുറവാണ്, പക്ഷേ ഷെയർസ് ആണെങ്കിൽ റിസ്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ഹയർ റിസ്ക് ജനറലി ഓഫേഴ്സ് ദ പൊട്ടൻഷ്യൽ ഫോർ ഹയർ റിട്ടേൺ. കൂടുതലായിട്ട് റിസ്ക് എടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും? കൂടുതൽ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ദെൻ ഇറ്റ് കനോട്ട് ബി കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ്. ഒരിക്കലും നമുക്ക് റിസ്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുകയില്ല, പക്ഷെ നമുക്കത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ദെൻ വരുന്നത് ടൈപ്സ് ഓഫ് റിസ്ക് ആണ്. രണ്ട് തരത്തിലാണ് റിസ്ക് ഉള്ളത്. ആദ്യത്തേത് സിസ്റ്റമാറ്റിക് റിസ്ക്, രണ്ടാമത്തേത് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ റിസ്ക് ദാറ്റ് എഫക്റ്റ് ദ എൻറ്റയർ മാർക്കറ്റ് ഓർ ദ ഓവറോൾ എക്കോണമി. നമ്മുടെ ടോട്ടൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന റിസ്കിനെയാണ് എന്ത് പറയുന്നത്? സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ മാർക്കറ്റ് റിസ്ക് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. എന്തുകൊണ്ടായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ ഇൻഫ്ലേഷൻ കാരണമായിരിക്കാം, അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ചേഞ്ചസ് കാരണമായിരിക്കാം, അതല്ലെങ്കിൽ എക്കണോമിക് റെസിഷൻ കൊണ്ടായിരിക്കാം, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി കൊണ്ടും ഇത് സംഭവിക്കാം. ഇറ്റ് എഫക്റ്റ് ദ എൻറ്റയർ മാർക്കറ്റ് ഓർ എക്കോണമി. ഒരു സ്പെസിഫിക് കമ്പനിയെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയെ എല്ലാം ടോട്ടൽ മാർക്കറ്റിനെ എന്ത് ചെയ്യാണ്? ഇത് എഫക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്റ്റേണൽ ആണ്. ഓക്കെ. ആൻഡ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ആണ്. ദെൻ ഇമ്പാക്ട് മോസ്റ്റ് കമ്പനീസ് ആൻഡ് ഇൻഡസ്ട്രീസ് സൈമൾട്ടേനിയസ്ലി. ഓരോന്നിനും വേറെ വേറെയല്ല, എല്ലാ കമ്പനീസിനെയും എന്ത് ചെയ്യും? ഇത് എഫക്റ്റ് ചെയ്യും. ക്യാനോട്ട് ബി റെഡ്യൂസ്ഡ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഇത്തരത്തിലുള്ള റിസ്ക് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റില്ല? കുറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി നോക്കുക ഇതിൽ വരുന്ന റിസ്ക് ഏതൊക്കെയാണെന്ന്. ആദ്യത്തേത് മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഡ്യൂ ടു ഫ്ലക്ച്വേഷൻ ഇൻ ഓവറോൾ മാർക്കറ്റ് പ്രൈസ്. ഓവറോൾ മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന റിസ്ക്കാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. എന്തൊക്കെ കൊണ്ടാവാം? എക്കണോമിക് ചേഞ്ചസ് കൊണ്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ് കൊണ്ടോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് റിസ്ക് ഉണ്ടാവാം. ദെൻ രണ്ടാമത്തേത് വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. It is the risk of loss caused by changes in interest rate. An increase in interest rate may reduce the value of existing securities. നമ്മളിപ്പോൾ എസ്പെഷ്യലി ബോണ്ട് ഇവിടെ പറയുന്നത് നോക്കാം. നമ്മളിപ്പോൾ ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ കിട്ടുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂടോ? ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ ബോണ്ട് വാങ്ങിക്കാൻ നിൽക്കുമോ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് മേ റെഡ്യൂസ് ദ വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. ഇപ്പോഴുള്ള സെക്യൂരിറ്റീസ് ഒന്നും ആരും വാങ്ങാതെ ഇരിക്കാനുള്ള സാധ്യത ഉണ്ടാവും. ദെൻ ഇൻഫ്ലേഷൻ റിസ്ക്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റേസിംഗ് പ്രൈസ് റെഡ്യൂസ് ദ പർച്ചേസിങ് പവർ ഓഫ് മണി. എല്ലാ സാധനത്തിനും വില കൂടുന്ന ഒരു സിറ്റുവേഷനാണ് എന്താ? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിക്രീസ് ദ റിയൽ റിട്ടേൺ ഏൺഡ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്ത് ചെയ്യും? നമുക്കിപ്പോൾ
ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് റിയൽ റിട്ടേൺ കുറവായിരിക്കും. നമ്മളിപ്പോൾ നോമിനൽ റിട്ടേണും റിയൽ റിട്ടേണൊക്കെ നമ്മൾ പഠിക്കും. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും വില കൂടുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിൽ നമ്മളിപ്പോൾ ഇതിട്ടു, അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഇട്ടു, നമുക്കൊരു 5% ഇൻട്രസ്റ്റ് ഇട്ടെങ്കിൽ ഒരു 50 രൂപ കിട്ടും അല്ലേ. ഇനി അതേ സമയത്ത് ഒരു 50 രൂപയ്ക്ക് പിന്നീട് ഇൻഫ്ലേഷൻ കാരണം എല്ലാ സാധനത്തിനും വില കൂടി. അപ്പോൾ ആ 50 രൂപയ്ക്ക് ഒരു വാല്യൂ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ. അത് ആ ഒരു തരത്തിലുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്ന ഒരു സംഭവമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ദെൻ പൊളിറ്റിക്കൽ റിസ്ക് എന്തായിരിക്കും? ചേഞ്ചസ് ഇൻ ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റം. അവരെന്ത് ചെയ്യും? പോളിസിയിലും റെഗുലേഷൻസിലൊക്കെ മാറ്റം വരുത്തും. ഇതിപ്പോൾ ഗവൺമെൻറ് പോളിസി മാറ്റുമ്പോൾ അതൊരു കമ്പനിയെ മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നത്? അല്ല, മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യും. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ചില സമയത്ത് എക്സ്പോർട്ടും ഇമ്പോർട്ടും അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസൊക്കെ നടത്തുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിനൊക്കെ ഡിഫറൻസ് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മണി വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ $1 ഇപ്പോൾ ഒരു എന്താ പറയുക 60 രൂപയാണ്, അത് ചിലപ്പം 70 രൂപ ആയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. ആ ഒരു സംഭവമാണ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ റിസ്ക് അറൈസ്ഡ് ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസ് ഓർ ഫ്ലക്ച്വേഷൻ ഇൻ എക്സ്ചേഞ്ച് റേറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്തായിരിക്കും? സ്പെസിഫിക് റിസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇറ്റ് എഫക്റ്റ് എ പെർട്ടിക്കുലർ കമ്പനി ഓർ ഇൻഡസ്ട്രി. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്പനിയോ ഒരു പെർട്ടിക്കുലർ സെക്ടറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയാം. ഇറ്റ് എഫക്റ്റ് എ സ്പെസിഫിക് കമ്പനി ഓർ ഇൻഡസ്ട്രി അറൈസസ് ഫ്രം ഇൻറ്റേർണൽ ഓർ കമ്പനി സ്പെസിഫിക് ഫാക്ടർ. ഇൻറ്റേർണൽ ആയിട്ടുള്ള കമ്പനി സ്പെസിഫിക് ഫാക്ടർ കാരണമാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടാവുന്നത്. ഇത് എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യില്ല, എൻ്റയർ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ വഴി ഈ റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ ലേബർ പ്രോബ്ലംസ് ഉണ്ടായി, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായി, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായി. ഇതൊക്കെ അൺസിസ്റ്റമാറ്റിക് റിസ്കിൽ വരും. ഇതിൽ വരുന്ന ആദ്യത്തെ റിസ്ക്കാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് റിസ്ക് is the possibility that a borrower may fail to repay the principal amount or interest on time. നമ്മൾ ചിലപ്പോൾ പല ആൾക്കാർക്കും ലോൺസും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ, കമ്പനീസിൽ ലോൺ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവർ നമുക്ക് ആ പൈസ തിരിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് തരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ എവിടെയെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടാകും, നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള റിസ്ക്കൊക്കെയാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് കടം വാങ്ങിച്ച ആൾക്കാർക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ടോ അതിലുള്ള ഇൻട്രസ്റ്റോ തിരിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഫിനാൻഷ്യൽ ലോസ് ടു ദ ലെൻഡർ ഓർ ഇൻവെസ്റ്റർ. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യത എവിടെ ഉണ്ടാവും? ഈ ക്രെഡിറ്റ് റിസ്കിൻ്റെ കാര്യത്തിലുണ്ടാവും. ദെൻ ലിക്വിഡിറ്റി അറിയാലോ, നമുക്ക് ഒരു അസറ്റ് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാം വിത്തൗട്ട് ഇൻകറിങ് ലോസ് ഇല്ലാതെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മുടെ അസറ്റ് എന്താ ചെയ്യുക, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടാവും, അല്ലെങ്കിൽ ഫെയർ പ്രൈസ് കിട്ടണം എന്നില്ല. ആ ഒരു റിസ്ക്കാണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ദെൻ ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ ആ ബിസിനസ്സിനുള്ള സെയിൽസിലുള്ള പ്രശ്നം കാരണം, അല്ലെങ്കിൽ കോമ്പറ്റീഷനുള്ള പ്രശ്നം കാരണം, കോസ്റ്റ് കൂടുന്നത് കാരണം, കൺസ്യൂമറിൻ്റെ പ്രിഫറൻസിലുള്ള ചേഞ്ചസ് കാരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബിസിനസ് റിസ്കിൽ വരുന്നത്. ഇറ്റ് എഫക്റ്റിംഗ് ദ ഓപ്പറേഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷനെയും പ്രോഫിറ്റബിലിറ്റിയെയും അഫക്റ്റ് ചെയ്യുന്ന റിസ്ക്കാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ദെൻ മാനേജ്മെൻറ്റ് എന്തായിരിക്കും? ഇറ്റ് റിസൾട്ടിങ് ഫ്രം പുവർ ഡിസിഷൻ ഓഫ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി കമ്പനി മാനേജ്മെൻറ്റ്. ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിലുള്ള ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പുവർ ഡിസിഷൻസ് കാരണം, അല്ലെങ്കിൽ അവരുടെ റോങ് സ്ട്രാറ്റജീസ് കാരണം, റോങ് ലീഡർഷിപ്പ് കാരണം ഉണ്ടാകുന്ന റിസ്ക്കാണ് മാനേജ്മെൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇത്രയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് റിട്ടേണിലേക്ക് പോവാം.
റിട്ടേൺ എന്തായിരിക്കും? നമ്മൾ റിസ്ക് പറഞ്ഞു. റിസ്ക് എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് ലോസ് ആണല്ലേ, അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുന്ന സാധ്യത, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി റിട്ടേൺ എന്ന് പറയുന്നത് എന്താ? റിട്ടേൺ ഇസ് ദ ഗെയിൻ, പ്രോഫിറ്റ്, ഇൻകം ഓർ ലോസ് ഏൺഡ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, റിട്ടേൺ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് നഷ്ടമായിട്ടും വരാം. അതുകൊണ്ടാണ് പറയുന്നത് ഗെയിൻ ആവാം, പ്രോഫിറ്റ് ആവാം, ഇൻകം ആവാം, അല്ലെങ്കിൽ ലോസ് ആവാം. ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ എ സ്പെസിഫിക് പീരീഡ്, ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് കിട്ടുന്ന റിട്ടേൺ ആണിത്. ഇറ്റ് റെപ്രസെൻറ്റ് എ റിവാർഡ് ദാറ്റ് ആൻ ഇൻവെസ്റ്റർ റിസീവ് ഫോർ കമ്മിറ്റിംഗ് മണി ഓർ റിസോഴ്സ് ടു ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളുടെ മണി, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? കമ്മിറ്റിംഗ് മണി അറിയാം, കറൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് മണി ഓർ അതർ റിസോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ കമ്മിറ്റിംഗ് മണി അല്ലെങ്കിൽ റിസോഴ്സസ് ടു ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിന് എന്താണോ ഇൻവെസ്റ്റർ റിസീവ് ചെയ്യുന്നത് അതാണ് റിട്ടേൺ എന്ന് പറയുന്നത്. റിട്ടേൺ മേ ബി റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ് ഓർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിട്ടോ, ഇൻട്രസ്റ്റ് ആയിട്ടോ, ഡിവിഡൻഡ് ആയിട്ടോ, റെൻ്റ് ആയിട്ടോ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ റിട്ടേൺ കിട്ടാം. ദെൻ റിട്ടേൺ ഇസ് ദ ഇൻകം ഓർ പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോഫിറ്റോ ഇൻകോ ആണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് ആൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് 10,000 in shares and receive 1,500 as profit after 1 year, the return of the investment is 1,500, that is 15%. എക്സാമ്പിൾ ആണ് അല്ലേ. 10,000 രൂപ ഇട്ടിട്ട് 1,500 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 15% റിട്ടേൺ ഉണ്ടെന്ന് പറയാം. അതാണ് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് റിട്ടേൺ ആണ് മെയിനായിട്ട് നമ്മൾ 5 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓൺ ദ ബേസ് ഓഫ് സോഴ്സ്, ഇൻഫ്ലേഷൻ, ടൈം, റിസ്ക് ആൻഡ് റിയലൈസേഷൻ. ആദ്യത്തെ നോക്കാം. ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഓഫ് റിട്ടേൺ എന്തൊക്കെ തരത്തിലാണുള്ളത്? ഇൻട്രസ്റ്റ് റിട്ടേൺ ഉണ്ട്. ഇൻട്രസ്റ്റ് റിട്ടേൺ എപ്പോഴായിരിക്കും ഉണ്ടാവുക? ഇറ്റ് ഈസ് ദ ഇൻകം ഏൺഡ് ഫ്രം ലെൻഡിങ് മണി ഓർ ഇൻവെസ്റ്റിംഗ് ഇൻ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. നമ്മൾ പണം കൊടുക്കുമ്പോഴോ അതല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്, ഡിബഞ്ചർ ഉണ്ടാവും അല്ലേ, ബോണ്ട് ഉണ്ടാവും, അതല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പൈസ ഇടുമ്പോഴാണ് ഇൻട്രസ്റ്റ് റിട്ടേൺ നമുക്ക് കിട്ടുന്നത്. ഇതെപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം ആണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഡിവിഡൻഡ് റിട്ടേൺ. ഡിവിഡൻഡ് അറിയാലോ, എപ്പോഴും ഇസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? ഓണേഴ്സ് ആണ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സ് ഫ്രം ദ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് എന്നാണ് ഡിവിഡൻഡ് എന്താ കൊടുക്കുക. ദ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് എ പോർഷൻ ഓഫ് ഇറ്റ്സ് ഏർണിംഗ് ടു ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻഡ്. അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ എന്ത് ചെയ്യാണ്? ഡിവിഡൻഡായിട്ട് കൊടുക്കുകയാണ്. ദെൻ ഇതെന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെയും ഡിവിഡൻഡ് പോളിസിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. ഡിവിഡൻഡ് ഫ്രം ഇക്വിറ്റി ഷെയർസ്, ഡിവിഡൻഡ് ഫ്രം പ്രിഫറൻസ് ഷെയർസ്, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ദെൻ ക്യാപിറ്റൽ ഗെയിൻ റിട്ടേൺ. ഇറ്റ് അറൈസസ് when an investment is sold at a higher price than its purchase price. നമ്മൾ 1000 രൂപയ്ക്ക് വാങ്ങിയ സാധനം 1500 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം അല്ലേ. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൻ അസെറ്റ്. നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൻ അസെറ്റ് കൂടുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ റിട്ടേൺ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഫ്രം സെല്ലിംഗ് ഷെയർസ്, അപ്രിസിയേഷൻ ഇൻ ലാൻഡ് വാല്യൂ, ഇൻക്രീസ് ഇൻ ഗോൾഡ് പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ വരും? ക്യാപിറ്റൽ ഗെയിൻ റിട്ടേണിൽ വരും. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓൺ ദ ബേസ് ഓഫ് ഇൻഫ്ലേഷൻ. മെയിനായിട്ട് 2 തരത്തിലാണ് ഇതിൽ വരുന്നത്. നോമിനൽ റിട്ടേണും റിയൽ റിട്ടേണും. ആദ്യത്തേത് നോമിനൽ റിട്ടേൺ. നോമിനൽ റിട്ടേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിട്ടേൺ ഏൺഡ് ഓൺ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്തൗട്ട് കൺസിഡറിങ് ദ എഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇൻഫ്ലേഷൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യാതെ നമ്മൾ കാണുന്ന റിട്ടേണിനെയാണ് നോമിനൽ റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് റെപ്രസെൻറ്റ് ദ ആക്ച്വൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ. എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അതിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി, ആ ഒരു
ആ ഒരു വാല്യൂ ആണ് നോമിനൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഏൺ 10% and the inflation is 5%, then the nominal return is 10%. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വിചാരിക്കുക. ഓക്കെ, ബാങ്കിൽ നമുക്ക് പലിശയായിട്ട് ബാങ്കിൽ കൊടുക്കണ്ട. നമുക്കൊരു ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 5% എന്ന് കൂട്ടാം. ഓക്കെ, ഇൻഫ്ലേഷൻ റേറ്റ് 5%. അതായത് നമ്മളെ ഓരോ സാധനത്തിനും എല്ലാ വർഷവും 5% വില കൂടിക്കൂടുന്നു. എല്ലാ സാധനങ്ങൾക്കും ഒരു 5% വില കൂടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സാധനങ്ങളുടെ വില കൂടുന്നതിനെയാണ് നമ്മൾ നോർമലി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10% കിട്ടുന്നെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ 5% അധികം വില കൊടുക്കേണ്ടി വരും. അർത്ഥം മനസ്സിലാക്കുക. 5% അധികം വില കൊടുക്കേണ്ടി വരും. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി 10% ലാഭം കിട്ടി. ഇവിടെ നമ്മൾ ഇൻഫ്ലേഷൻ്റെ എഫക്റ്റ് ഒന്നും കൺസിഡർ ചെയ്യാതെ ടോട്ടൽ നമുക്ക് 10% ഇൻക്രീസ് കിട്ടി എന്ന് പറയുന്നത് 10% തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നോമിനൽ റിട്ടേൺ. അതേസമയം ശരിക്കും നമ്മളുടെ റിയൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺ ആണ് റിയൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റിഫ്ലക്ട് ദ ആക്ച്വൽ ഇൻക്രീസ് ഇൻ ദ ഇൻവെസ്റ്റേഴ്സ് പർച്ചേസിങ് പവർ. നമ്മുടെ ശരിക്കും എത്രയാണോ ഇപ്പോൾ 5% വാല്യൂ സാധനങ്ങൾക്കെല്ലാം വില കൂടി. അപ്പോൾ നമ്മളിപ്പോൾ സാധനം വാങ്ങുന്ന സമയത്ത് മുമ്പ് കൊടുക്കുന്നതിനേക്കാളും 5% അധികം കൊടുക്കണം. പക്ഷെ നമുക്കിപ്പോൾ 10% ഒരു സാധനത്തിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ലാഭമായിട്ട് കിട്ടിയത്. അപ്പോൾ 5% പ്രൈസ് ഇൻഫ്ലേഷൻ്റെ ചാർജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ ഒരു സേവിങ് പോലെ ബാക്കി ഉണ്ടാവുക എത്രയായിരിക്കും? 5% ആയിരിക്കും. റിയൽ റിട്ടേൺ എന്ന് പറയുന്നത് എപ്പോഴും ഈ നോമിനൽ റിട്ടേണിന് ഇൻഫ്ലേഷൻ റേറ്റ് കുറച്ചിട്ടുള്ള റിട്ടേൺ ആയിരിക്കും. ഓക്കെ, റിയൽ റിട്ടേൺ ഇസ് ദ റിട്ടേൺ ഏൺഡ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഫോർ ഇൻഫ്ലേഷൻ. ഇറ്റ് റിഫ്ലക്ട് ദ ആക്ച്വൽ ഇൻക്രീസ് ഇൻ ദ ഇൻവെസ്റ്റേഴ്സ് പർച്ചേസിംഗ് പവർ. ആക്ച്വൽ ഇൻക്രീസ് ഇൻ ദ ഇൻവെസ്റ്റേഴ്സ് പർച്ചേസിംഗ് പവർ. ഓക്കെ, ആക്ച്വൽ ഇൻക്രീസ് എത്രയാണെന്നാണ് ഇവിടെ നോക്കേണ്ടത്. റിയൽ റിട്ടേൺ പ്രൊവൈഡ് എ മോർ അക്യുറേറ്റ് മെഷർ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോമൻസിൻ്റെ റിയൽ ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് റിയൽ റിട്ടേൺ നോക്കണം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ടൈം. ഷോർട്ട് ടേം ആണ്, ലോങ് ടേം ഉണ്ട്. ഷോർട്ട് ടേം എന്തായിരിക്കും? refers the return earned from an investment held for a short period less than 1 year. 1 ഇയറിനുള്ളിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് ഷോർട്ട് ടേം റിട്ടേൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഏതൊക്കെ വരാം? ട്രഷറി ബില്ല്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് ഒക്കെ ഇതിൽ വരാം. ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് ക്വിക്ക് ലിക്വിഡിറ്റി ഓഫൺ പ്രിഫർ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. ലിക്വിഡിറ്റി കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ എന്ത് റിട്ടേൺ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും? ഷോർട്ട് ടേം റിട്ടേണിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ദെൻ ലോങ് ടേം റിട്ടേൺ. ലോങ് ടേം റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോങ് ടേം റിട്ടേൺ റെഫേഴ്സ് ടു ദ റിട്ടേൺ ഏൺഡ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽഡ് ഫോർ സെവറൽ ഇയേഴ്സ്. കുറേ വർഷത്തേക്കുള്ള റിട്ടേൺ ആണ് ലോങ് ടേം റിട്ടേൺ എന്ന് പറയുന്നത്. സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ബെനിഫിറ്റ് ഫ്രം കോമ്പൗണ്ടിങ് ആൻഡ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ. അതൊന്നെങ്കിൽ കോമ്പൗണ്ടിങ് വഴിയായിരിക്കാം അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ വഴിയായിരിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് വാങ്ങിയത് നമ്മൾ നാളെ വിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, കുറേ വർഷത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ഷെയർസ് വാങ്ങി. ഷെയർസ് നമ്മൾ വാങ്ങിക്കുന്നത് എന്താ? കുറച്ച് കാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ ആ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടാവുന്ന എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ എന്താ, ഒരു മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ കുറേ നമ്മുടെ വാല്യൂ കൂട്ടുന്ന അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ജനറലി പ്രൊവൈഡ് ഹയർ റിട്ടേൺ ദാൻ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്തരത്തിലുള്ള റിട്ടേണിൽ ഹയർ റിട്ടേൺ നമുക്ക് കിട്ടും. ദെൻ വെൽത്ത് ക്രിയേഷനും റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനും ഒക്കെ ലോങ് ടേം റിട്ടേൺ ആണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് റിസ്ക്. റിസ്കിനെ ബേസിൽ നമുക്ക് എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ നടത്താം? റിസ്ക് ഫ്രീ റിട്ടേൺ ഉണ്ടാവും, റിസ്കി റിട്ടേൺ ഉണ്ടാവും. റിസ്ക് ഫ്രീ ആ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ക്യാരി ലിറ്റിൽ ഓർ നോ റിസ്ക് ഓഫ് ഡിഫോൾട്ട്. റിസ്ക് ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള
റിട്ടേണിനെയാണ് നമുക്ക് റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത്. ദീസ് റിട്ടേൺ ആർ ജനറലി സ്റ്റേബിൾ ആൻഡ് പ്രെഡിക്റ്റബിൾ അല്ലേ. ഇപ്പോൾ ട്രഷറി ബില്ല് അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ട് സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് സ്കീംസ്, ഗവൺമെൻറ്റിൻ്റെ സേവിങ് സ്കീംസ്, ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഒരു സ്പെസിഫിക് റിട്ടേൺ നമുക്ക് എന്തായാലും കിട്ടും അല്ലേ. ഇങ്ങനെയുള്ള റിട്ടേണാണ് നമ്മൾ റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ട്രഷറി ബോണ്ടും അല്ലെങ്കിൽ NPS ഒക്കെ ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. ട്രഷറി ബിൽസൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. പക്ഷേ റിസ്ക് റിട്ടേൺ എന്തായിരിക്കും? റിസ്ക് റിട്ടേൺ ഈസ് ദ അഡീഷണൽ റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ഇൻവെസ്റ്റർ ഫോർ ടേക്കിംഗ് ഹയർ റിസ്ക്. കൂടുതൽ റിസ്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് റിസ്ക് എക്സ്പെക്റ്റ് ചെയ്യും, അല്ലെ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യും. ഇതിനെയാണ് റിസ്ക് റിട്ടേൺ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ഗ്രേറ്റർ അൺസർട്ടനിറ്റി ജനറലി ഓഫർ ഹയർ പൊട്ടൻഷ്യൽ റിട്ടേൺ. കൂടുതൽ റിസ്ക് ഉള്ള ബിസിനസ്സിൽ നമ്മൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ കൂടുതലായിട്ടുള്ള റിസ്ക് എക്സ്പെക്റ്റ് ചെയ്യും. ദ ഇൻവെസ്റ്റേഴ്സ് ഡിമാൻഡ് കോമ്പൻസേഷൻ ഫോർ ബിയറിംഗ് മാർക്കറ്റ് ആൻഡ് ബിസിനസ് റിസ്ക്. ഇവിടെ ഹയർ റിസ്ക് പറയുമ്പോൾ ഏതൊക്കെ നമുക്ക് പറയാം? ഇക്വിറ്റി ഷെയർസ് പറയാം, മ്യൂച്വൽ ഫണ്ട് പറയാം, ക്രിപ്റ്റോ കറൻസി പറയാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പറയാം. ഇതൊക്കെ അതിന് എക്സാമ്പിളായിട്ട് പറയും. ദെൻ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് റിയലൈസേഷൻ. റിയലൈസേഷൻ്റെ ബേസിൽ നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ട്, ആക്ച്വൽ റിട്ടേൺ ഉണ്ട്. എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്തായിരിക്കും? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം, നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു എക്സാം കഴിയുമ്പോൾ 10 മാർക്കിൽ 10ൽ ഒരു 9 മാർക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. എക്സ്പെക്റ്റഡ് റിട്ടേൺ is that an investor anticipate earning from an investment in the future. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്, പ്രതീക്ഷിക്കുകയാണ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് പെർഫോമൻസ്. പാസ്റ്റിൽ എനിക്ക് ഇത്രയും കാലം എക്സാമിന് ഒരു 8-9 കിട്ടുമായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു എനിക്കൊരു 9-10 കിട്ടും. അതായത് പാസ്റ്റിൻ്റെ പെർഫോമൻസിൽ അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസിൻ്റെ ബേസിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ടാവുക. An investor expects a mutual fund to generate a return of 12% per year. ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. പിന്നെ റിയലൈസ്ഡ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആക്ച്വൽ റിട്ടേൺ ആയിരിക്കും. റിയലൈസ്ഡ് റിട്ടേൺ ഇസ് ദ ആക്ച്വൽ റിട്ടേൺ ഏൺഡ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ 12% നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷെ നമുക്ക് ആക്ച്വലി കിട്ടിയത് 9% ആണെങ്കിൽ അതാണ് റിയലൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇതൊന്നെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേണിനേക്കാളും കൂടുതലാവാം, അതല്ലെങ്കിൽ കുറവാകാം. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് കൊടുത്തിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. ഇവിടെ പറയുന്നത് ഹയർ ദ റിസ്ക് ഹയർ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് ലോവർ ദ റിസ്ക് ആണെങ്കിലോ ദ ലോവർ ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ. കൂടുതൽ റിസ്ക് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എപ്പോഴും കൂടുതൽ റിട്ടേൺ കിട്ടും, കുറവ് റിസ്ക് ആണെങ്കിൽ കുറവ് റിട്ടേൺ കിട്ടും. ഓക്കെ, ഇത് അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇവിടെ ലോ റിസ്കിൽ ലോ റിട്ടേൺ പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, സേവിങ് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, അതൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. മോഡറേറ്റ് റിസ്കിലാണെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട്സും ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട്സൊക്കെ എക്സാമ്പിളാണ്. ഹൈ റിസ്കിൻ്റെ ഈ കാര്യത്തിലാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി, ഇക്വിറ്റി ഷെയർസ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തിനാണ് ഈ റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ടു സെലക്ട് സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷനും അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റിനും ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഭവം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കൺസെപ്റ്റാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് സ്റ്റേറ്റ് ദാറ്റ് ഹയർ റിട്ടേൺ ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ബൈ ടേക്കിംഗ് ഹയർ റിസ്ക്. ഹയർ റിസ്ക് എപ്പോഴാണ് റിട്ടേൺ എപ്പോഴാണ് കിട്ടുക? ഓൺലി ബൈ ടേക്കിംഗ് ഹയർ റിസ്ക്. നമ്മൾ കൂടുതലായിട്ട് റിസ്ക് എടുക്കുമ്പോൾ മാത്രമേ കൂടുതലായിട്ടുള്ള റിട്ടേൺ കിട്ടും. ഇൻവെസ്റ്റേഴ്സ് മസ്റ്റ് ബാലൻസ് ദ ഡിസയർ ഫോർ ഹയർ റിട്ടേൺ വിത്ത് ദെയർ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു ബിയർ റിസ്ക്. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ബാലൻസ് ചെയ്യണം. നമ്മൾ ഹയർ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും കൂടി നമ്മൾ മനസ്സിൽ കരുതണം. വെറുതെ ഇപ്പം നമ്മൾ പണിയെടുക്കാതെ ഒരു എഫേർട്ടും ഇടാതെ നമുക്ക് റിട്ടേൺ കിട്ടില്ല. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഹയർ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ പ്രൊവൈഡ്
high return without some level of risk. Therefore, investors need to choose an appropriate combination of risk and return according to their financial goal. അവരവരുടെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ചിട്ട് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലാൻ യൂസ് ചെയ്യണം അല്ലെങ്കിൽ സെലക്ട് ചെയ്യണം എന്നാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിൽ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.